Hi students, once again I welcome all of you on behalf of Riju and PSK online classes. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലം ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും NCERT വായിക്കുക, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക, ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ എങ്കിൽ മാത്രം നമുക്ക് നമ്മുടേതായ ഒരു ടാർഗറ്റിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും ആ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറീൻ്റെ ഒരു 2 പ്രോബ്ലം കണ്ടിട്ട് നമുക്ക് പുതിയ കൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ ലഫ്യോ? അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, നമ്മുടെ പ്രോബ്ലം: കാൽക്കുലേറ്റ് വേവ് നമ്പർ and the frequency of a radiation having wavelength 4000 angstrom. അപ്പോൾ അവരിവിടെ വേവ് ലെന്ത് തന്നിട്ടുണ്ട്, നമ്മളോട് വേവ് നമ്പറും അതുപോലെ ഫ്രീക്വൻസിയും കാണാൻ പറയുന്നു, isn't it? അപ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അതുമായി റിലേറ്റ് ചെയ്ത ഇക്വേഷൻ വാട്ട് വി സ്റ്റഡി ഇൻ ലാസ്റ്റ് ക്ലാസ്, isn't it? അപ്പോൾ ആ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് എഴുതാം. സോ ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇനി രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് വേവ് നമ്പർ. വേവ് നമ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വേവ് നമ്പർ മീൻസ് 1 by lambda. So I can write that also, nu bar or else wave number that is equal to 1 by lambda. Okay, so 1 by lambda. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. സീൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ. ന്യൂ ഈസ് ഈക്വൽ ടു സി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി? നിങ്ങൾക്കറിയാം, 3 × 10⁸. ഇനി താഴെ അവർ ആരെയാണ് തന്നിരിക്കുന്നത്? ലാംഡ. ലാംഡ ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 4000 ആങ്സ്ട്രോം. പക്ഷെ നമുക്കറിയാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആങ്സ്ട്രത്തിനെ ആരിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ്സ് അവർ ജോബ്. സോ വെൻ വി കൺവേർട്ട് ഇൻ ദിസ് മാനർ, തീർച്ചയായും നമുക്കറിയാം 4000 × 10⁻⁻10. അപ്പോൾ 4000 × 10⁻⁻10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വരുന്നത് 4 × 10⁻⁻7 will come. So I can just write there. So all of you see to that. Then you will be getting 3 by 4 into 10⁸8 into 10⁻⁷, so that you get your final value 0.75 into 10⁻15 hertz, or else you can write (2⁻⁻1). Okay, love you. So this is the frequency we got there. And similarly, what they're asking next, they're asking nu bar. So nu bar means wave number, and you know wave number equals 1 by lambda. Okay, let us substitute. So when we substitute here, we have a wave number is equal to 1 divided by lambda. You know lambda value is 4000. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, isn't it? അപ്പോൾ നമുക്ക് ആ 4000 അവർ തന്നിരിക്കുന്നത് ആങ്സ്ട്രത്തിലാണ്. അപ്പോൾ കുട്ടികളെ ആര് ചാടി കയറി എന്താണ് 4000 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനങ്ങ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അബ്സല്യൂട്ട്ലി റോങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 ആങ്സ്ട്രം ഈക്വൽസ് 10⁻⁻10 മീറ്റർ. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഹിയർ 4000 into what you get 10⁻⁻10. അങ്ങനെയാണെങ്കിൽ what you get next? 1 by 4 into 10⁻⁻7, isn't it? Or else you can write 10⁻⁷ by 4. So what we can write next step, all of you see to that, 10⁻⁷ divided by what you get 4. So you'll be getting the answer ultimately 2.5 into 10⁻⁶. And what is the unit of wave number? നോക്കൂ, ഞാൻ യൂണിറ്റ് ഓഫ് വേവ് നമ്പർ പറഞ്ഞു. സാധാരണ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ബട്ട് വേവ് നമ്പറിൻ്റെ കേസിൽ അതിന് യൂണിറ്റ് ഉണ്ട്, m⁻⁻1. So let me write there what is the unit of that, m⁻⁻1.
സോ ലിസൺ ഓൾ ഓഫ് യു. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചത് നമ്മളോട് വേവ് നമ്പറും ഫ്രീക്വൻസിയും കാണാൻ പറഞ്ഞു, വേവ് ലെന്ത് തന്നിട്ട്. ആൻഡ് വി ഹാവ് ഗോട്ട് ദി ആൻസർ ഫോർ ഫ്രീക്വൻസി ആൻഡ് ഓൾസോ ഫോർ വേവ് നമ്പർ. ഓക്കെ ഓൾ ഓഫ് യു. അപ്പോൾ നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. സോ നമുക്ക് ഈ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സി കാൽക്കുലേറ്റ് വേവ് നമ്പർ ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ലെങ്ത് ഓഫ് എ റേഡിയേഷൻ ഹാവിങ് ടൈം പീരീഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണഗതിയിൽ അവർ തന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ വേവ് ലെന്ത് തന്നിട്ടാണ് അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവർ തന്നിരിക്കുന്നത് ടൈം പീരീഡ് ആണ്. ഓക്കെ, സോ ടൈം പീരീഡ് ഈസ് ഗിവൻ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. Okay, so please note down that equation. Time period is equal to, so write all of you, time period is equal to 1 by frequency. അപ്പോൾ ടൈം പീരീഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടൈം പീരീഡ് മീൻസ് 1 by frequency. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽസ് 1 by ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ വാല്യൂ എന്താ കുട്ടികളെ? 3 × 10⁻⁻10 സെക്കൻഡ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ തീർച്ചയായും നമുക്ക് ആരിലേക്ക് പോകാം? വേവ് നമ്പറിലേക്ക് പോകാം. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഫ്രീക്വൻസി. സി ഹൗ വി ഫൈൻഡ് ഔട്ട് ഫ്രീക്വൻസി. നോക്കൂ കുട്ടികളെ, ന്യൂ ഈസ് ഈക്വൽ ടു 1 by ടൈം പീരീഡ്. ന്യൂ ഈസ് ഈക്വൽ ടു 1 by ടൈം പീരീഡ്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. What I can write? 1 divided by what is the time period value? 3 × 10⁻⁻10. So I am substituting the value here. 3 × 10⁻⁻10. So what you will be getting? You will be getting 10 × 10⁻9 divided by 3. See, we know what is 10 by 3? 3.33. So we will be getting the answer here. 3.33 into what next? 10⁻9. See, don't forget to write the unit. What is the unit here? എന്താ കുട്ടികൾ ഇവിടുത്തെ യൂണിറ്റ്? നമ്മൾ കണ്ടുപിടിച്ചത് ആരെയാ? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിറ്റ് എന്ത് തന്നെയാണ്? ഹെഡ്സ് തന്നെയാണ്, അല്ലെങ്കിൽ second⁻⁻1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഐദർ ഹെഡ്സ് ഓർ second⁻⁻1. സോ ലെറ്റ് മി റൈറ്റ് ഹിയർ ഹെഡ്സ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടി കുട്ടികളെ? ഫ്രീക്വൻസി. And now what they're asking next to find out? Next they're asking to find out wave number. Okay, let's see to that. How you find out wave number? You know, nu bar is equal to 1 by lambda. So nu bar is equal to 1 by lambda. Similarly, we studied another equation. Nu is equal to c by lambda. Nu is equal to c by lambda. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എഴുതാം what will be 1 by lambda from this equation. 1 by lambda is equal to nu divided by c. അപ്പോൾ നമുക്ക് ന്യൂവിൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, സിൻ്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലെറ്റ് us substitute ന്യൂവിൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടിയത് we got 3.33 into what next? 10⁻9. സോ 3.33 into 10⁻9 അതാണ് നമ്മുടെ ഫ്രീക്വൻസിൻ്റെ വാല്യൂ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് നെക്സ്റ്റ്? ഓർ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁻8. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ അവിടെ കട്ട് ചെയ്ത് കളയാം. നോക്കൂ, 3.33 ഡിവൈഡഡ് ബൈ 3 1.11. isn't it? അപ്പോൾ ഇത്തരം നമ്പറൊക്കെ നമ്മളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വരണം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ടു യുവർ മൈൻഡ്, നോ ഡൗട്ട്. ഓക്കെ, തീർച്ചയായും നമ്മൾ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതാണ് ഈ നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആ നമ്പർ കാണുമ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു കോമ്പറ്റീവ് ക്വസ്റ്റ്യൻസ് തരുന്നത് അങ്ങനെയായിരിക്കും. എം സി ക്യൂസ് നമുക്ക് അധികം കാൽക്കുലേഷൻസ് ഉണ്ടാവില്ല. നമുക്ക് ആ ഡിജിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കണ്ടെത്തുകയും വേണം. അപ്പോൾ ഇവിടെ 3.33 by 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 1.11. സോ ഐ ക്യാൻ റൈറ്റ് ദ ആൻസർ ഹിയർ 1.11 into 10, isn't it? Means you will be getting 11.1, isn't it? So 11.1. What's the unit again? We have calculated wave number. Wave number ആണെങ്കിൽ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, meter raised to -1.
സോ ഐ ജസ്റ്റ് റൈറ്റ് ദെയർ മീറ്റർ റേസ് ടു -1. അപ്പോൾ നമ്മളിവിടെ ആരെല്ലാം കണ്ടു നോക്കൂ, വേവ് നമ്പർ കണ്ടു, ഇസൻ ഇറ്റ്, സിമിലർലി ഫ്രീക്വൻസിയും കണ്ടു. പക്ഷേ ആരെയാണ് തന്നതെന്ന് ചോദിച്ചാൽ പീരീഡ് ആണ് തന്നത്. പ്ലീസ് ട്രൈ ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് എന്താണ് പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ റിലേഷൻ. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു കീപ്പ് ഇൻ മൈൻഡ് പീരിയഡ് ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈക്വൽസ് 1/ടൈം. ആ ഒരു ഇക്വേഷൻ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ വരെ പറഞ്ഞ കൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയാണ്, ഇസൻ ഇറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ കൺസെപ്റ്റുകളും എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇനി നമ്മൾ കാണേണ്ടത് അടുത്ത കൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദറ്റ് കൺസെപ്റ്റ്? ഇറ്റ് ഈസ് കോൾഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് കൺസെപ്റ്റ്? ടെൽ മീ ഓൾ ഓഫ് യു. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയേണ്ടത്? അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, ആരാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോ ഡെഫിനറ്റ്ലി യു നോ ദ ആൻസർ, ഇറ്റ്സ് ബൈ മാക്സ് പ്ലാങ്ക്. ഓക്കെ, സോ അപ്പോൾ ആരാണ് ഈ കൺസെപ്റ്റ്, ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡെഫിനറ്റ്ലി അവർ ആൻസർ ഈസ് മാക്സ് പ്ലാങ്ക്. സോ അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറിയാണ്. നോക്കൂ, നമ്മൾ ഓൾറെഡി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയിൽ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എ സോഴ്സ് emit or absorb energy continuously in the form of electromagnetic wave എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് ഡിഫറൻസ്. എല്ലാവരും നോക്കൂ കുട്ടികളെ. സോ അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം നമ്മളൊരു സോഴ്സിനെ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ്സ് ഇമാജിൻ സൺ. നമ്മൾ സണ്ണിനെ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ്സ് കൺസിഡർ ദിസ് ആസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്നും നമ്മൾ നേരത്തെ പഠിച്ച തിയറി പ്രകാരം ലൈറ്റ് എമിറ്റഡ് കണ്ടിന്യൂസ്ലി. ബട്ട് അക്കോർഡിംഗ് ടു ദ ന്യൂ കൺസെപ്റ്റ്, നമ്മളുടെ പുതിയ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഒരു സോഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. കുട്ടികളെല്ലാവരും നോക്കൂ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഒരു സോഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്തായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല, ബട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? ഒരു സോഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് എന്തായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല. നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയും ഇതും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഫുൾ ഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പൈപ്പ് തുറക്കുകയാണെങ്കിൽ വാട്ടർ വളരെ നല്ല ഫ്ലോയിലെത്തും, കണ്ടിന്യൂസ് ആയിട്ട് വരും. സപ്പോസ് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് എം ടി ആണെന്ന് വിചാരിക്കുക, അതിനകത്ത് കുറച്ച് വെള്ളമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാപ്പ് തുറക്കുകയാണെങ്കിൽ മേ ബി വാട്ടർ വിൽ കം ഡ്രോപ്പ് വൈസ്. ഇതാണ് ഇവിടുത്തെ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഒരു സോഴ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്തായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല, ബട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. ഈ കുട്ടികളെ, ഈ പാക്കറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ട. സോ വാട്ട് വി സേ ഫോർ ദിസ് പാക്കറ്റ്? ടെൽ മീ ഓൾ ഓഫ് യു. വി ആർ കോളിംഗ് ഫോർ ദിസ് പാക്കറ്റ്സ്. ഈ പാക്കറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്വാണ്ട. ആൻഡ് ഇൻ കേസ് ഓഫ് ലൈറ്റ്, ഈ ക്വാണ്ട അല്ലെങ്കിൽ ഈ പാക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോട്ടോൺ. സോ പ്ലീസ് നോട്ട് ദീസ് ടേംസ്. അപ്പോൾ ഈ എനർജി പാക്കറ്റ്സിനെ നമ്മൾ വിളിച്ച പേര് ക്വാണ്ട എന്നാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഫോട്ടോൺ എന്നാണ്. ഇസന്റ് ഇറ്റ്? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ഈ ഓരോ പാക്കറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. Each packets are associated with a definite amount of energy. Okay. Second statement, all of you see to that, each packets associated with a definite amount of energy, and that energy is given as. നോക്കൂ, ഓരോ പാക്കറ്റ്സിനും ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. ആ എനർജിന്റെ വാല്യൂ അവർ തരുന്നു. E is equal to NH nu. So what's the value? Tell me all of you. E is equal to NH nu, isn't it?
സി ഇവിടെ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരാളെ കാണുകയാണ്. സി ട്രൈ ടു കീപ്പ് ഇൻ മൈൻഡ്, എല്ലാവരും ഓർത്തിരിക്കുക, നമുക്കിനി അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ വേണ്ട വ്യക്തിയാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ എച്ച് എന്ന് പറയുന്നത്. നോക്കൂട്ടിയുള്ള ഈ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേര്, സോ ജസ്റ്റ് ഐ ആം റൈഡിങ് ദെയർ, ഈ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. So what we call for this H, tell me all of you, we are calling this as Planck's constant. What's the value of this Planck's constant? Right, all of you, value of this Planck's constant is 6.625 or 6.62, 6.626, doesn't matter, 6.625 into 10 raised to minus 34 ജൂൾ സെക്കൻഡ്. കുട്ടികളെല്ലാവരും നോക്കുക. അപ്പോൾ നമുക്കറിയാം ഓരോ പാക്കറ്റ്സിനും ഓരോ എനർജി ഉണ്ട്. ആ എനർജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? E ഈക്വൽസ് NH ആണ്. ന്യൂ എന്താണെന്ന് ഞാൻ ഇനിയും നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് യു ഓൾറെഡി ഫെമിലിയർ. ന്യൂ മീൻസ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ എച്ച് നമ്മൾ ആദ്യമായി കാണുകയാണ്. ഇതുവരെ നമ്മൾ കെമിസ്ട്രിയിൽ എച്ചിനെ കണ്ടിട്ടില്ല. അപ്പോൾ പുതിയൊരു കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് യു നോ വാട്ട് ഈസ് ദിസ് കോൺസ്റ്റന്റ് കോൾഡ് ആസ്? ഇതിന് നമ്മൾ വിളിച്ച പേരെന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താണ് ഇതിൻ്റെ വാല്യൂ? എന്താണ് വാല്യൂ? 6.625 ഇൻറ്റു 10 raised to minus 34 ജൂൾ സെക്കൻഡ്. ഇനി ഇവിടെ ഞാനൊരു n എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദ വാല്യൂസ് ഓഫ് ദിസ്? ദിസ് n ക്യാൻ ഹാവ്, ഈ എന്നിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, it can be only whole numbers 1, 2, 3, etc. എന്ന് പറഞ്ഞാൽ ഇതിനൊരിക്കലും ഫ്രാക്ഷണൽ വാല്യൂസ് വരില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയുന്നു 1.5 അങ്ങനെ ഒരു വാല്യൂ വരില്ല, 2.5 അങ്ങനെ ഒരു വാല്യൂ വരില്ല. ഓൾവേസ് ഇറ്റ് വിൽ ഹാവ് എ ഹോൾ നമ്പർ വാല്യൂസ് ലൈക്ക് 1, 2, 3. അപ്പോൾ അതിന് നമ്മൾ മറ്റു രീതിയിലാണ് പറയുന്നത്. ദീസ് എനർജി പാക്കറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ്. വാട്ട്സ് ദ വേർഡ് വി ആർ യൂസിങ്? ടെൽ മി ഓൾ ഓഫ് യു. These energy packets are quantized. These packets are quantized. അപ്പോൾ ഈ ക്വാണ്ടൈസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സി, നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണ്. അപ്പോൾ ആ കടയിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് 1/2 കവർ പാല് തരണമെന്ന്. അപ്പോൾ കടക്കാർ ചിരിക്കും. കാരണം കടയിൽ ഒരിക്കലും ഈ 1/2 കവർ പാല് എന്നുള്ള സംഭവം ഇല്ല, isn't it? പകരം അവരെന്താ ചെയ്യുക? ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് 1 ഗ്ലാസ് പാല് മതിയെങ്കിലും നിങ്ങൾ 1 കവർ പാല് വാങ്ങിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5 കവർ വേണം, അതും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് 1.5 കവർ വേണമെങ്കിൽ നിങ്ങൾ 2 കവർ പാക്കറ്റ് വാങ്ങണം, isn't it? അപ്പോൾ തീർച്ചയായും നമ്മുടെ കടകളിൽ ഒരു ഡെഫിനറ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് അതിൽ നിന്ന് എനിക്ക് 100 ഗ്രാം വേണം അല്ലെങ്കിൽ 50 ഗ്രാം വേണം അങ്ങനെ പറഞ്ഞാലൊന്നും അവർ തരില്ല. പാക്കറ്റ് പൊട്ടിച്ചൊരിക്കലും തരില്ല. പാക്കറ്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് നിങ്ങൾ പാക്കറ്റായിട്ട് തന്നെ വാങ്ങണം. നിങ്ങൾക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, isn't it? ഇപ്പോൾ നിങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ പോകുന്നു. ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ഒരു പാക്കറ്റ് ഐസ്ക്രീം തരാനാ പറയുക, അല്ലാതെ കുറച്ച് ഐസ്ക്രീം അതിൽ നിന്ന് എടുത്തു തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ കോണ്ടൈസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് നിങ്ങളൊരു എനർജി പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ എനർജി പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കണം. യു കനോട്ട് ഷെയർ ദറ്റ് പാക്കറ്റ്. ഓക്കെ, സി, നിങ്ങൾക്ക് കുറച്ച് എനർജി മതിയെങ്കിലും ഡസൻറ്റ് മാറ്റർ, യു ഹവ് ടു ബൈ ദറ്റ് പാക്കറ്റ്. അപ്പോൾ അതാണ് ഈ കോണ്ടൈസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. ദീസ് പാക്കറ്റ്സ് ആർ കോണ്ടൈസ്ഡ് മീൻസ് എന്നിൻ്റെ വാല്യൂസ്, n can have values 1, 2, 3, etc. ഓക്കെ, ഒരിക്കലും ഇയാളുടെ വാല്യൂ എന്താവില്ല? 1.5 2.5 അങ്ങനൊന്നും ആവില്ല, isn't it? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ കൺസെപ്റ്റിലേക്ക് വരാം. നോക്കൂ, നമ്മുടെ കൺസെപ്റ്റിൻ്റെ പേര് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, isn't it? You know, ആരാണ് ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൂ ഇൻട്രൊഡ്യൂസ് ദിസ് കൺസെപ്റ്റ്? മാക്സ് പ്ലാങ്ക്. എന്താണ് അയാളുടെ സ്റ്റേറ്റ്മെന്റ്? ടെൽ മി ഓൾ ഓഫ് യു, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? എ സോഴ്സ് ഓഫ് ലൈറ്റ് emit or absorb energy continuously in the form of continuously or discontinuously in the form of small packets of energy. ഈ പാക്കറ്റ്സിനെ നമ്മളൊരു പേര് വിളിച്ചു. എന്താണ് നമ്മൾ ഈ പാക്കറ്റ്സിനെ വിളിച്ച പേര്? we called it as quantum. and in case of light what we call for this photon എന്നും നമ്മൾ വിളിച്ചു. ഇനി ഇങ്ങനെ വന്ന ഓരോ ഫോട്ടോണിനും എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. ദാറ്റ് എനർജി ഈസ് ഗിവൻ ആസ് E equals NH nu.
ഇവിടെ നമ്മളൊരു പുതിയ ആളെ കണ്ടുമുട്ടി. isn't it? What is that h? എന്താണ് കുട്ടികളെ h? Tell me all of you. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താണ് അയാളുടെ വാല്യൂ? 6.625 into 10 raised to minus 34 joule second. Now one more point we need to use there. എന്താണെന്ന് ചോദിച്ചാൽ these energy packets are condensed, means n can have only whole number values, isn't it? n values can be only 1, 2, 3 etc. It cannot have value like 1.5. okay, അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മളുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇതിൽ നിന്നും നമ്മൾ ഈക്വേഷൻ എടുക്കുകയാണ്. സി വി ഹേവ് E ഈക്വൽസ് NH nu. E ഈക്വൽസ് NH nu. നമുക്കിതിനെ വേറൊരു ഫോർമാറ്റിലും എഴുതാം. സി ഓൾ ഓഫ് യു, E ഈസ് ഈക്വൽ ടു NHC by lambda. isn't it? NHC by lambda. നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ എന്നിനെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടതായിട്ടില്ല. സാധാരണഗതിയിൽ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈ എന്നിനെ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന രീതിയിലാണ്. സോ ദാറ്റ് വിൽ സീ ഇൻ പ്രോബ്ലം. ഓക്കെ ഓൾ ഓഫ് യു. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വി ഹാവ് E ഈക്വൽസ് NH nu, E ഈക്വൽസ് NHC by lambda. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഇക്വേഷൻ, ഇവിടുന്ന് കിട്ടിയ കൺസെപ്റ്റ്. ഇനി നമ്മൾ ഇതുമായി മുന്നോട്ട് പോകണം. പക്ഷേ നോക്കൂ, നമ്മൾ രണ്ട് തിയറീസ് പഠിച്ചു. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ആൻഡ് നെക്സ്റ്റ് ഈസ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും, സർ വി ഹാവ് 2 തിയറീസ്, ഇതിലേതാണ് ആപ്റ്റ് ആയിട്ടുള്ളത്? തീർച്ചയായും നമുക്ക് 2 ഫിനോമിനൻസ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാരാണ്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അവിടെ നമ്മളുടെ ഇക്വേഷൻ കിട്ടി E ഈക്വൽസ് NH nu. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നോക്കൂ, ഞാൻ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. സോ ലെറ്റ് us see how to solve this. നോക്കൂ കുട്ടികളെ, ഇൻ ബിറ്റ്വീൻ നോക്കൂ, നിങ്ങൾ നമ്മുടെ വീഡിയോസ് മാക്സിമം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ അവർ വീഡിയോസ് ഓൾസോ. ഓക്കെ ഓൾ ഓഫ് യു. അപ്പോൾ calculate wave number and frequency of a photon with energy 3.99 into 10 raised to minus 15 joule. അപ്പോൾ ഇവർ എനർജി തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് എനർജി? 3.99 into 10 raised to minus 15 joule. What they're asking? Again, they're asking wave number and next frequency. Wave number and frequency. Let's find out first of all frequency. From frequency, what we can find out? We can find out wave number. What is the equation to be used? E equals H nu. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. എല്ലാവരും നോക്കൂ കുട്ടികളെ. We have E is equal to H nu. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻ്റെ വാല്യൂ അറിയാം, അതുപോലെ എച്ചിൻ്റെ വാല്യൂ ഐ തിങ്ക് എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? എച്ചിൻ്റെ വാല്യൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എച്ച്? 6.6. റിമെമ്പർ, ഓൺലി 6.6. 6.6 into 10 raised to minus 34. ഓക്കെ, വി ഡോണ്ട് വാണ്ട് എക്സാക്ട് വാല്യൂ. നമ്മുടെ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തേ ഉള്ളൂ? 6.6 into 10 raised to minus 34. അപ്പോൾ E equals H nu. അങ്ങനെയാണെങ്കിൽ ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു? nu is equal to E by H. So we have got E by H, isn't it? What is the value of E? കുട്ടികളെല്ലാവരും നോക്കൂ, ഇവർ തന്നിരിക്കുന്നത് 3.99 into 10 raised to minus 15 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 3.99ൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. യു ക്യാൻ കൺസിഡർ ദാറ്റ് എസ് 4. ഓക്കെ ഓൾ ഓഫ് യു. അപ്പോൾ ഞാൻ ഈ 3.99നെ എന്തായിട്ട് എഴുതുകയാണ്? 4 ആയിട്ട് എഴുതുകയാണ്, isn't it? കാരണം നമുക്ക് ഈ 3.99 വെച്ച് പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുവന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ വിൽ റൈറ്റ് 4. സോ വാട്ട് വിൽ ഗെറ്റ്? ലിസൺ ഓൾ ഓഫ് യു. ഐ ക്യാൻ റൈറ്റ് 4 into 10 raised to minus 15 divided by, you know what is the value of H? Tell me all of you. എത്രയാ? 6.6. So I can write here 6.6 into 10 raised to minus 34. 6.6 into 10 raised to minus 34. നോക്കൂ എല്ലാവരും, ഇവിടെ ഈ -15ഉം -34ഉം ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ താഴെ -19 വരും. സോ ഐ ക്യാൻ കട്ട് ദീസ് ടു.
ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 19 വരും. ഓക്കെ all of you? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ് നെക്സ്റ്റ് സ്റ്റെപ്പ്, 4 into 10 raised to 19 divided by what you get, 6.6. 6.6. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതുന്നു 40 into 10 raised to 18 divided by 6.6. കുട്ടികളെല്ലാവരും നോക്കൂ, നമുക്കറിയാം 6.6 into 3 എന്ന് പറയുന്നത് 19.8 ആണ്. 6.6 into 3, remember all of you, see what I am writing here, 6.6 into 3 എന്ന് പറയുന്നത് 19.8 ആണ്. This is somewhat equals 20. This is somewhat equals 20. അങ്ങനെയാണെങ്കിൽ 6.6 into 6 എന്ന് പറയുന്നത് 40 ആയിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് വി ക്യാൻ സേ ദാറ്റ്. അപ്പം നമുക്ക് ഈ 40നെയും 6.6നെയും ഇവിടെ കട്ട് ചെയ്യാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഓൾമോസ്റ്റ് യുവർ ആൻസർ ആസ് 6 into 10 raised to 18. Okay, this is the frequency, so I can write the unit of this as hertz. Okay all of you, so we have got the frequency. നോക്കൂ, നമുക്ക് ആരെ കിട്ടി, ഫ്രീക്വൻസി കിട്ടി, isn't it? അപ്പോൾ നോക്കൂ, ഞാനിവിടെ ചെയ്തത്, ഞാൻ ഒരിക്കലും എക്സാക്റ്റ് വാല്യൂനെയും കൊണ്ടുപോയി കാൽക്കുലേറ്റ് ചെയ്യുകയല്ല. നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ട മെത്തേഡ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. മാക്സിമം നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, 6.6 into 3 19.8 ആണെങ്കിൽ കൂടിയും നമ്മൾ അതിനെ എന്തായിട്ട് എടുത്തു, 20 ആയിട്ട് എടുത്തു. ഓക്കെ, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി തീർന്നില്ല, പ്രോബ്ലം തീർന്നിട്ടില്ലല്ലോ. പ്രോബ്ലം നമ്മളിനി എന്ത് ചെയ്യേണ്ടത്, വേവ് നമ്പർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് റൈറ്റ് അവർ ഇക്വേഷൻ, വേവ് നമ്പർ nu bar. So what is the equation for nu bar? Definitely we know 1 by lambda, and also you studied nu is equal to c by lambda, isn't it? From this what you can write, lambda, 1 by lambda. 1 by lambda is equal to, or wave number is equal to, isn't it? എന്ത് എഴുതാം കുട്ടികളെ, പറഞ്ഞ എല്ലാവരും, nu by c. സോ ഞാൻ എഴുതുന്നു nu divided by c. ഇതിൽ ന്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് ന്യൂവിൻ്റെ വാല്യൂ, 6 into 10 raised to 18. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ what I am doing there, 6 into 10 raised to 18 divided by 3 into 10 raised to 8. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കട്ട് ചെയ്യാം ആരൊക്കെയാണെന്ന്, isn't it? 6നെയും 3നെയും കട്ട് ചെയ്യുക. സോ what you will get 2. So I can write there 2 into 10 raised to 10. 2 into 10 raised to 10. What is the unit? നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേവ് നമ്പർ ഒരു നമ്പറാണ്. അയാൾക്ക് നമ്പറിന് സാധാരണ അതിൽ യൂണിറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇയാൾക്ക് യൂണിറ്റ് ഉണ്ട്, മീറ്റർ റേസ് ടു -1. സോ ലെറ്റ് മീ റൈറ്റ് ദെയർ മീറ്റർ റേസ് ടു -1. സോ വി ഗോട്ട് ദി ആൻസർ. ഓക്കെ all of you? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറീൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ അയാളുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് പറഞ്ഞത്. I just want to do one more problem. Definitely നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ നാളത്തെ സെഷനിൽ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള പ്രോബ്ലം കൂടെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത്, isn't it? വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സിനെ എല്ലാവരും ലൈക്ക് ചെയ്യുക, isn't it? അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ലവ് യു, താങ്ക് യു.